നമസ്തേ. ഭാരതത്തിൻ്റെ ആത്മീയ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കാശിയിലേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര. കാശിയിലെ പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങളും സ്ഥലങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനം കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. എങ്കിലും തീർത്ഥാടകർ ആദ്യം ദർശനം നടത്തുന്നത് കാലഭൈരവ ക്ഷേത്രത്തിലാണ്. ഇതാണ് കാലഭൈരവ ക്ഷേത്രം. ഇടുങ്ങിയ ഗലികളിലൂടെ ഡുണ്ഡി ഗണപതിയെയും ദർശിച്ച് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക്. വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അന്നപൂർണ ദേവി ക്ഷേത്രം. ഇതിന് അടുത്ത് തന്നെയാണ് കാശി വിശാലാക്ഷി ക്ഷേത്രം. ശക്തിപീഠങ്ങളിലൊന്നാണ് കാശി വിശാലാക്ഷി ക്ഷേത്രം. ദക്ഷിണേന്ത്യൻ രീതിയിൽ, പ്രത്യേകിച്ച് തമിഴ് രീതിയിലുള്ള പൂജകളാണ് ഇവിടെ നടത്തുന്നത്. ഇത് ഗംഗാനദിയുടെ ഘട്ടിൽ നിന്നും വിശ്വനാഥ ക്ഷേത്ര കവാടത്തിനുള്ളിലേക്കുള്ള വഴിയാണ്. അവിടെയുള്ള ഒരു ചെറിയ മണ്ഡപമാണ് ഇത്. പിന്നിൽ ഗംഗ, മുന്നിൽ കാശി വിശ്വനാഥൻ. ഇതിന് ഇടതുവശത്താണ് പ്രസിദ്ധമായ മണികർണിക ഘട്ട്. 24 മണിക്കൂറും ഒരു ഇടവേള പോലുമില്ലാതെ ചിത എരിയുന്ന സ്ഥലം. മരണവും ചിതയും കാണുമ്പോൾ പേടി തോന്നുന്നവർ ഒരു തവണ ഇവിടെ വന്നാൽ ആ ഭയമെല്ലാം മാറും. ഈ വീഡിയോ എടുക്കുന്ന സമയം ഇവിടെ 30-ൽ കൂടുതൽ ചിതകൾ കത്തുന്നുണ്ടായിരുന്നു. ഈ ശ്മശാനത്തിന് മധ്യത്തിലായി ഒരു ചെറിയ ശിവക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരായി 2 ശ്വാനന്മാരും. ഇത് ദശാശ്വമേധ ഘാട്ട് ആണ്. ഇവിടെ ഗംഗാ ആരതി നടക്കുന്ന സ്ഥലമാണ്. കാശിയിലെ മറ്റൊരു പ്രധാന ശിവക്ഷേത്രമാണ് ശ്രീ മൃത്യുഞ്ജയ മഹാദേവ ക്ഷേത്രം. ഇവിടെ ഒരു കിണറുണ്ട്. ഈ കിണറിലെ ജലം ഔഷധ ഗുണമുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഇവിടെ വരുന്നവരെല്ലാം ഈ കിണറിലെ വെള്ളം കുടിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. കാശിയിൽ അനേകം ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ പ്രധാനമായും ഇത്രയും ക്ഷേത്രങ്ങളിലാണ് ദർശനം നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് കാശി വിശ്വനാഥനെ ദർശിക്കുക, പറ്റുമെങ്കിൽ സ്പർശ ദർശൻ ചെയ്യുക എന്നതായിരുന്നു. ഭാഗ്യവശാൽ അത് സാധിച്ചു. സ്പർശ ദർശൻ എന്നാൽ നമുക്ക് കാശി വിശ്വനാഥനെ തൊടാൻ സാധിക്കും. രാവിലെ 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ദർശനം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് കാശിയിലെ ജ്യോതിർലിംഗത്തിൽ സ്പർശിക്കാം.
പൂക്കൾ അർപ്പിക്കാം. നമുക്ക് തന്നെ അഭിഷേകം നടത്താം. വൈകുന്നേരവും കുറച്ച് സമയം സ്പർശദർശൻ അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഈ 2 സമയവും നല്ല തിരക്കായിരിക്കും. സ്പർശദർശന് വേണ്ടി 3-ാമത്തെ പ്രാവശ്യം ശ്രമിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയ അതിവിശിഷ്ടമായ സാളഗ്രാമമാലയാണിത്. മഹാവിഷ്ണുവിൻ്റെ സ്വരൂപമാണ് സാളഗ്രാമശില. പക്ഷേ ഈ മാല ഞങ്ങൾക്ക് ലഭിച്ചത് ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നല്ല, കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നാണ് എന്നത് യാദൃച്ഛികമാകാം. വീണ്ടും കാശി വിശ്വനാഥനെ ദർശിക്കാൻ അവസരം ലഭിക്കും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ജ്യോതിയും അഞ്ജനയും മടങ്ങുന്നു. നന്ദി, നമസ്കാരം. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയമനംഗമദാപഹാരം വാരാണസീപുരപതിം ഭജ വിശ്വനാഥ.